2 വയസ്സുകാരിയായിട്ടുള്ള ദേവേന്ദുവിനെ അമ്മാവൻ ഹരികുമാർ ജീവനോടെ എടുത്തെറിഞ്ഞത് ഈ കിണറ്റിലേക്കാണ്. അതായത് അമ്മാവൻ തന്നെയാണ്, അമ്മാവനായ ഹരികുമാർ തന്നെയാണ് ഈ കൃത്യം നടത്തിയതെന്നുള്ള കാര്യം പോലീസ് ഉറപ്പിക്കുന്നു. പ്രതി കുറ്റസമ്മതം നടത്തിയിട്ടുമുണ്ട്. എന്നാൽ കൊലയിലേക്ക് നയിച്ച കാരണം എന്താണ് എന്നുള്ള കാര്യത്തിലാണ് ഇനിയൊരു വ്യക്തത വരേണ്ടത് എന്നുള്ളതാണ്. ജീവനോടെ തന്നെയാണ് കുഞ്ഞിനെ കിണറ്റിലേക്കിട്ടത് എന്ന തരത്തിലാണ് എന്തായാലും ഇപ്പോൾ ഈ ഒരു മൊഴി നൽകിയിരിക്കുന്നത്. നമുക്കിവിടെ നോക്കുമ്പോൾ മനസ്സിലാകും ഈ കിണറിന് വലിയ പൊക്കമില്ല. നമുക്കിവിടെ നിന്ന് കണ്ടാൽ മനസ്സിലാകും ഏകദേശം ഒരു 3 അടി മാത്രമാണ് ഈ കിണർ പൊക്കമുള്ളത്. പക്ഷേ ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം 2 വയസ്സുകാരിയായിട്ടുള്ളൊരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയുടെ ഉയരം വെച്ച് കണക്കാക്കുമ്പോൾ ഒരു രീതിയിലും ഇവിടേക്ക്, ഒന്നാമത്തെ കാര്യം ആ കുഞ്ഞ് ഇവിടേക്ക് നടന്നു വരാനുള്ള യാതൊരു സാഹചര്യവുമില്ല. രണ്ടാമത്തെ കാര്യം ആ കുട്ടിയുടെ ഒരു ഉയരം കണക്കാക്കുമ്പോൾ ഇവിടെ നിന്ന് കിണറ്റിലേക്ക് വഴുതി വീഴാനുള്ള യാതൊരു സാഹചര്യങ്ങളുമില്ല. എന്തായാലും ഈ ഒരു കേസിൽ തുടക്കം മുതൽ ഉണ്ടായിരുന്ന ദുരൂഹതകളെല്ലാം ഓരോന്നോരോന്നായി ചുരുളഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അമ്മാവനായിട്ടുള്ള ഹരികുമാർ തന്നെയാണ് 2.5 വയസ്സുകാരിയായിട്ടുള്ള ദേവേന്ദുവിനെ കിണറ്റിലേക്ക് എടുത്തെറിഞ്ഞത് എന്നുള്ള കാര്യം വ്യക്തമായിരിക്കുന്നു. എന്തായാലും ദുരൂഹമായ ഒരു സാഹചര്യം, അത്തരത്തിൽ സമീപകാലത്ത് കേട്ടുകേൾവി പോലുമില്ലാത്ത ഒരു സംഭവമാണ്. കോട്ടുകാൽ കോണത്ത് ഉള്ള ശ്രീജിത്ത് ദമ്പതികളുടെ മകളാണ് മരണപ്പെട്ട ദേവേന്ദുവിൻ്റെ അമ്മയെയും അച്ഛനെയും അമ്മാവനായിട്ടുള്ള ഹരികുമാറിനെയും മുത്തശ്ശി ശ്രീകുമാരിയെയും അടക്കം വിശദമായ ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഈ ഒരു സംഭവത്തിൻ്റെ ചുരുളുകൾ അഴിഞ്ഞു തുടങ്ങിയത്. കഴിഞ്ഞ ദിവസം ഈ ഒരു വീട്ടിൽ കുട്ടി അമ്മാവനൊപ്പം, അതായത് അമ്മയായ ശ്രീധുവിൻ്റെ സഹോദരനൊപ്പം കിടന്നുറങ്ങുകയായിരുന്നു എന്നാണ് അമ്മ പോലീസിന് നൽകിയ മൊഴി. ആ സമയത്ത് കുട്ടി കിടന്നുറങ്ങിയിരുന്ന സഹോദരൻ്റെ മുറിയിൽ ഒരു തീപിടുത്തമുണ്ടാകുന്നു. ആ സമയത്ത് ഈ ഒരു തീ അണയ്ക്കാനായി വെള്ളം ഉപയോഗിച്ച് തീ അണയ്ക്കാനായുള്ള ഒടുവിലാണ് കുട്ടിയെ കാണാനില്ല എന്നൊരു പരാതി ഈ മാതാപിതാക്കൾ ബാലരാമപുരം പോലീസ് സ്റ്റേഷനിലേക്ക് പരാതിയുമായി പറയുന്നത്. ഈ ഒരു സമയത്ത് നടത്തിയ ചില അതിനാടകീയമായ നീക്കങ്ങൾ എന്ന് തന്നെ പറയേണ്ടി വരും. ആ നാടകീയതയെല്ലാം പൊളിച്ചുകൊണ്ട് ഈ ഒരു വളരെ കൃത്യമായ ഉത്തരത്തിലേക്ക്, പ്രതി ആരാണെന്നുള്ള ഉത്തരത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. പ്രതി അമ്മാവനായിട്ടുള്ള ഹരികുമാർ തന്നെയാണ്. ഹരികുമാർ എന്നാൽ ഈ ഒരു കൃത്യം ഒറ്റയ്ക്ക് തന്നെയാണോ ചെയ്തത് എന്നുള്ള കാര്യം, ഈ പറയുന്ന ആ ഒരു കാര്യങ്ങൾ പോലീസ് പൂർണ്ണമായിട്ടും ഒരു മൊഴി മുഖവരയ്ക്ക് എടുത്തിട്ടില്ല, അല്ലെങ്കിൽ പൂർണ്ണമായും അത് സത്യം തന്നെയാണ് എന്ന് വിശ്വസിച്ചിട്ടില്ല. എന്തായാലും 2.5 വയസ്സുകാരിയായിട്ടുള്ള ദേവേന്ദുവിൻ്റെ മരണത്തിൽ അടിമുടി ദുരൂഹതയായിരുന്നു. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ മാതാപിതാക്കൾ ഉൾപ്പെടെ പോലീസിന് നൽകിയ മൊഴിയാണ്. ഈ പെൺകുഞ്ഞ് ദേവേന്ദു കിടന്നുറങ്ങിയത് അച്ഛനോടൊപ്പമാണ് എന്ന് അമ്മ പറയുന്നു. എന്നാൽ അച്ഛനായ ശ്രീജിത്തിനെ ചോദ്യം ചെയ്യുമ്പോൾ അങ്ങനെയല്ല, അമ്മയോടൊപ്പമാണ് കിടന്നുറങ്ങിയതെന്ന് പറയുന്നു. അമ്മയോട് ചോദിക്കുമ്പോൾ അങ്ങനെയുമല്ല, അമ്മാവനായിട്ടുള്ള ശ്രീജിത്തിനൊപ്പമാണ് ദേവേന്ദു സംഭവം കാണാതാകുന്ന രാത്രി ഉറങ്ങിയതെന്നാണ് പറയുന്നത്. മാത്രമല്ല, ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി പറയുകയാണ്. ഇവിടെല്ലാം നമുക്ക് കാണുമ്പോൾ മനസ്സിലാകും ഈ ഒരു ക്രൈം സീനുകളാണ്. അതുകൊണ്ട് തന്നെ പോലീസ് കൃത്യമായി ഈ ഒരു ഭാഗം വേർതിരിച്ചിട്ടുണ്ട്. എന്തായാലും ഈ കുട്ടിയുടെ മുത്തശ്ശൻ മരിച്ചിട്ട് അധികം നാളുകളായിട്ടുണ്ടായിരുന്നില്ല. മുത്തശ്ശൻ മരിച്ച 16-ാം ദിവസത്തിലെ ചടങ്ങുകൾ നടക്കാനിരിക്കവെയാണ് ദേവേന്ദുവിൻ്റെ ഈ ഒരു ദുരൂഹമരണം കൂടി ഉണ്ടാകുന്നത്. മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു വീട്ടിൽ നിന്ന് 30 ലക്ഷത്തോളം രൂപ കാണാനില്ല എന്നൊരു പരാതി കൂടി ഈ ഒരു കുടുംബം ബാലരാമപുരം പോലീസ് സ്റ്റേഷനിൽ സമീപ ദിവസം അറിയിച്ചിരുന്നു. എന്നാൽ ആ ഒരു പരാതി വ്യാജമാണ് എന്ന് പ്രഥമ ദൃഷ്ട്യാ തന്നെ തോന്നിയ പോലീസ് ആ ഒരു പരാതിയുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. അത്തരത്തിൽ ആ സമയത്തും പരസ്പര വിരുദ്ധമായ മൊഴികളായിരുന്നു ഈ ഒരു മാതാപിതാക്കളും അതുപോലെ തന്നെ കുടുംബാംഗങ്ങളും നൽകിയിരുന്നത്. എന്തായാലും സഹോദരൻ്റെ മുറിയിൽ കിടന്നുറങ്ങുകയായിരുന്ന ദേവേന്ദുവിനെ പുലർച്ചെയോടെ കാണാനില്ല എന്നുള്ളതായിരുന്നു മാതാപിതാക്കളായ ശ്രീജിത്തും പോലീസിൽ കൊടുത്ത പരാതിയിൽ പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. എന്തായാലും ഈ ഒരു കേസിലെ അതിനിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. പ്രതികളുടെ ചോദ്യം ചെയ്യലെല്ലാം, പ്രതിയായിട്ടുള്ള ഹരികുമാറിൻ്റെ അടക്കം ചോദ്യം ചെയ്യൽ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നു. എന്നാൽ സഹോദരിക്ക് വേണ്ടിയാണ് താൻ ഈ കൃത്യം ചെയ്തത് എന്നുള്ള രീതിയിൽ ചില മൊഴികൾ പോലീസിന് കൊടുത്തതായും അറിയുന്നു. എന്നാൽ എന്താണ് ഈ ഒരു മോട്ടീവ്, കുഞ്ഞിനെ കൊലപ്പെടുത്താനുണ്ടായ ഒരു കാരണം എന്നുള്ള കാര്യത്തിലാണ് ഇനി ഔദ്യോഗികമായൊരു സ്ഥിരീകരണം വരേണ്ടത് എന്നുള്ള കാര്യമാണ്. എന്തായാലും
അമ്മാവനായ ഹരികുമാർ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. 2 വയസ്സുകാരിയായിട്ടുള്ള ദേവേന്ദുവിനെ ജീവനോടെ തന്നെ കിണറ്റിലേക്ക് എറിഞ്ഞതാണ് എന്നുള്ളതാണ് ഹരികുമാർ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. എന്നാൽ അമ്മ ശ്രീധുവിൻ്റെ മൊഴിയിൽ ഇപ്പോഴും വൈരുദ്ധ്യമുണ്ടെന്നാണ് വിവരം. ഇന്ന് രാവിലെയാണ് കുടുംബം താമസിക്കുന്ന ഈ വാടക വീടിൻ്റെ കിണറ്റിൽ, ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഒരു കിണറ്റിൽ ദേവേന്ദുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുഞ്ഞിനെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബാലരാമപുരം പോലീസ് സ്റ്റേഷനിൽ കുടുംബാംഗങ്ങൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഫയർഫോഴ്സ് ഉൾപ്പെടെ നടത്തിയ തിരച്ചിലിലാണ് കുഞ്ഞിൻ്റെ മൃതദേഹം ഈ ഒരു കിണറ്റിൽ നിന്ന് കണ്ടെടുത്തത്. ആദ്യഘട്ടത്തിൽ ഈ ഒരു കടബാധ്യതയാണോ അല്ലെങ്കിൽ അത്തരത്തിൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക ഞെരുക്കം നേരിട്ടിരുന്ന ഒരു കുടുംബമാണ് എന്നുകൂടി അറിയാൻ സാധിക്കുന്നുണ്ട്. നിരന്തരമായി ഈ ഒരു വീട്ടിൽ നിന്ന് വലിയ രീതിയിലുള്ള ഒച്ചപ്പാടും ബഹളവും ഒക്കെ വഴക്കൊക്കെ കേൾക്കുന്ന ഒരു സാഹചര്യമുണ്ടെന്ന് പ്രദേശവാസികളടക്കം മാധ്യമങ്ങളോട് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഏതെങ്കിലും രീതിയിൽ അങ്ങനെയുള്ള കാരണങ്ങളാണോ ഈ കൃത്യത്തിലേക്ക് നയിച്ചത് എന്നുള്ള ചില സംശയങ്ങളും പോലീസിനുണ്ടായിരുന്നു. അല്ലെങ്കിൽ കുഞ്ഞിനെ കൊലപ്പെടുത്തിയതിന് ശേഷം കുടുംബമടക്കം ആത്മഹത്യ ചെയ്യാൻ ഒരു കാരണമായേക്കുമോ അത്തരത്തിൽ ചില കയറുകളൊക്കെ കണ്ടെടുത്തതും പോലീസിന് സംശയമുണ്ടാക്കിയിരുന്നു. എന്നാൽ ആ ഒരു കാര്യത്തിലേക്ക് ഒരു കൃത്യമായൊരു ഉത്തരം കിട്ടിയിരിക്കുന്നു. അത്തരത്തിലൊരു നീക്കങ്ങളും കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. ഈ ഒരു വീട്ടിലെ ചില സാധനങ്ങളൊക്കെ തൂക്കിയിടുവാൻ ഉപയോഗിക്കുന്ന കയറുകൾ തന്നെയാണ്, അല്ലാതെ ഒരു രീതിയിലും അത് ഒരു കഴുത്തിൽ കുടുക്കിട്ട് ആത്മഹത്യയിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള ഒരു തീരുമാനങ്ങളോ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. എന്തായാലും ഒരു കൃത്യം നടത്തിയത് അമ്മാവനായിട്ടുള്ള ഹരികുമാർ തന്നെയാണ് എന്ന് ഈ ഒരു ഘട്ടത്തിൽ പോലീസ് ഉറപ്പിച്ച് പറയുന്നു. പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഒരു കൃത്യത്തിൽ വേറെ ആരെങ്കിലും കുടുംബാംഗങ്ങൾ ആരെങ്കിലും ഭാഗമായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലാണ് ഇനി ഒരു കൃത്യമായ ഉത്തരം പോലീസിന് ലഭിക്കേണ്ടത്. അല്പസമയത്തിനകം തന്നെ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം, ഒരു മീഡിയ ബ്രീഫിംഗ് ഒക്കെ ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ബാലരാമപുരം പോലീസ് സ്റ്റേഷനിലാണ് നിലവിലിപ്പോൾ ദേവേന്ദുവിൻ്റെ മാതാപിതാക്കളായ ശ്രീജിത്തും ശ്രീധുവും അതുപോലെ അമ്മാവനായിട്ടുള്ള ഹരികുമാറും മുത്തശ്ശി ശ്രീകുമാരിയും ഒക്കെ ഉള്ളത്. വളരെ സങ്കടകരമായ ഒരു സാഹചര്യം എന്ന് നമുക്ക് കൃത്യമായി തന്നെ പറയേണ്ടി വരും. ആ രീതിയിൽ ഈ ഒരു കുഞ്ഞിനെ കാണാനില്ല എന്ന് പറയുന്ന സാഹചര്യത്തിൽ പോലും വലിയ ഒച്ചപ്പാടോ ബഹളമൊന്നും ഒരു വീട്ടിൽ നിന്ന് കേട്ടില്ല എന്നുള്ള കാര്യം പ്രദേശവാസികളടക്കം പറയുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ വീട്ടിലെ ഒരു ചെറിയ കുഞ്ഞിനെയൊക്കെ കാണാതായി കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ഒരു മനോവേദന എന്തായിരിക്കും, മാനസികാവസ്ഥ എന്തായിരിക്കും എന്നൊക്കെ അറിയാൻ സാധിക്കും. ഓടിപ്പാഞ്ഞുകൊണ്ട് പ്രദേശവാസികളോടക്കം ഈ ഒരു കാര്യം പറയുന്നൊരവസ്ഥ ഉണ്ടാകും. വലിയ ബഹളം അല്ലെങ്കിൽ നിലവിളികളൊക്കെ ഉയരുന്നൊരു സാഹചര്യം ഉണ്ടാകും. എന്നാൽ അത്തരത്തിലുള്ളൊരു കാര്യങ്ങളൊന്നും ഒരു വീട്ടിൽ നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം ആദ്യഘട്ടത്തിൽ തന്നെ പ്രദേശവാസികളടക്കം പറയുന്നുണ്ട്. എന്താണ് ഈ ഒരു കൃത്യത്തിലേക്ക് അമ്മാവനായിട്ടുള്ള ഹരികുമാറിനെ നയിച്ച കാരണം എന്നുള്ളതാണ് ഇനി പോലീസിന് കൃത്യമായ ഉത്തരം കിട്ടേണ്ട പ്രധാനപ്പെട്ട ഒരു ചോദ്യം. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ ഒരു കാര്യത്തിലും എന്തിനു വേണ്ടിയിട്ടാണ് ദേവേന്ദു എന്ന 2 വയസ്സുകാരിയെ അമ്മാവനായിട്ടുള്ള ഹരികുമാർ ഈ ഒരു കിണറ്റിലേക്ക് എടുത്തെറിഞ്ഞത്, അല്ലെങ്കിൽ സഡനായിട്ടുണ്ടായ എന്ത് ഇമ്പൾസിൻ്റെ മുകളിലാണ് ഇത്തരമൊരു കൃത്യം നടത്തിയത്, അല്ലെങ്കിൽ ആസൂത്രിതമായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്ലാനിങ്ങിൻ്റെ ഭാഗമാണോ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ ഇനിയും ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ആ കാര്യങ്ങൾ കൂടി അല്പസമയത്തിനകം തന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാകുന്നതാണ് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്നും അഭിജിത്തിനൊപ്പം ജയശങ്കർ, ഫോക്കസ് ന്യൂസ് TV.